നേരത്തെ നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിച്ച് കേട്ടല്ലോ. എന്താണ്? 13-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം മുതൽ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് നീ ഉപമകൾ വഴി സംസാരിക്കുന്നത്? അപ്പോൾ അവിടെ പറയുകയാണ്, എന്താണ്? വചനത്തിലുള്ള രഹസ്യങ്ങൾ അത് എല്ലാവർക്കും ഞാൻ വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. അത് വെളിപ്പെടുത്തി കൊടുക്കുന്നവരാരാണ്? ആർക്കാണ്? ദൈവത്തിൻ്റെ ശിഷ്യന്മാർക്കാണ്. ആരാണ് ശിഷ്യനെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. അങ്ങനെ വചനത്തിൽ നിലനിൽക്കുന്നവർക്ക് ദൈവം വചനത്തിലുള്ള രഹസ്യങ്ങൾ പടിപടിയായി വെളിപ്പെടുത്തി കൊടുക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ആണ് തരുന്നത്. മസ്റ്റ് ഗിവ് യു കംഫർട്ട്. ദ വേർഡ് ഓഫ് ഗോഡ് മസ്റ്റ് ഗിവ് അസ് കംഫർട്ട്. അതുകൊണ്ട് നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് എന്താ ഉണ്ടാകുക? കംഫർട്ട്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലം എന്താണ്? ഗലാത്യർക്ക് ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഇസ് ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ഹ്യൂമിലിറ്റി ആൻഡ് സെൽഫ് കൺട്രോൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ആ ലവ്, ജോയ് ആൻഡ് പീസ്, ദൈവത്തിൻ്റെ സമാധാനം എന്ന് നമ്മൾ ഷാലോം എന്ന് പറയല്ലേ, ആ സമാധാനം എന്ന് പറയുന്നത് ഇസ് ഹോൾനെസ്. എല്ലാ മേഖലയിലും ഒരു ഹോൾനെസ്. വി ഹാവ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ ആ ജീവൻ, ആ സമൃദ്ധമായ ജീവൻ നമ്മൾ ഉള്ളപ്പോഴാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഷാലോം, യഹോവ ഷാലോം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അതിന് നമ്മൾ വചനത്തിലുള്ള വാഗ്ദാനങ്ങൾ മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. 2 തിമോത്തി നേരത്തെ വായിച്ചു. 2 തിമോത്തി 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം എന്താണ്? നമ്മളോട് സംസാരിക്കുന്നത് ആത്മാവാണ് സംസാരിക്കുന്നത്. ആത്മാവ് സംസാരിക്കുമ്പോൾ ആത്മാവ് പലയിടങ്ങളിലും അവിടുത്തെ ആൾക്കാർക്ക് ആവശ്യമുള്ള വിഷയങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് ഒരു പ്രധാന വിഷയം, ആവശ്യമുള്ളൊരു വിഷയം എന്താണ്? ഭയത്തിൻ്റെ മുകളിൽ ഒരു ആധിപത്യം. അതുകൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ കോണർസ്റ്റോൺ ചർച്ചിൽ സിസ്റ്റർ സാര സംസാരിച്ച് എന്തിനെക്കുറിച്ചാണ്? ആത്മാവിനെ കുറിച്ചാണ്. എല്ലായിടത്തും ഇന്ന് ആത്മാവിൻ്റെ വളരെ പ്രവൃത്തി നടക്കുന്ന സമയമാണ്. കാരണം എന്താണ്? പ്രയാസമുള്ള കാലങ്ങൾ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. ആ പ്രയാസമുള്ള പീഡനങ്ങളും പെർസിക്യൂഷൻസും എല്ലാം, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉള്ള ആ കാലഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾക്ക് ഒരു സഹായകനെ ദൈവം തന്നിട്ടുണ്ട്. ആ സഹായകൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്. ആ സഹായകൻ നമ്മൾ എന്താ ചെയ്യുക? ആ സഹായകൻ അവൻ എന്ത് ചെയ്യുവാൻ പറ്റുമെന്ന് നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് തന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ഒരു ആത്മാവിനെ അല്ല, അതിനുപരി ഞാൻ തന്നിരിക്കുന്നത് എന്താണ്? ശക്തിയുടെ ആത്മാവും, സ്നേഹത്തിൻ്റെ ആത്മാവും, സ്വബോധത്തിൻ്റെ ആത്മാവും ആണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാം. ആർക്കൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വേണം? ഹല്ലേലൂയ. കാരണം നമ്മൾ ഒരു വ്യക്തിയെ, നമ്മൾ ഒരു സംവിധാനത്തിനെയോ വ്യക്തിയോ ഒക്കെ നമ്മൾ ഭയപ്പെടാതിരിക്കുന്ന അവസ്ഥ എന്താണ്? എപ്പോഴാണ് when do I not fear someone, or when do I not fear a circumstance? എപ്പോഴാണ്? എനിക്ക് ആ പേഴ്സണേക്കാൾ ശക്തിയുള്ളപ്പോൾ, എനിക്ക് ആ പേഴ്സണേക്കാൾ അല്ലെ ആ സർക്കംസ്റ്റൻസിനെ ഓവർകം ചെയ്യുവാനുള്ള കഴിവുള്ളപ്പോൾ ഞാൻ ഭയപ്പെടുന്നില്ല. ഹലോ അല്ലേ? എനിക്ക് ഒരു വ്യക്തി എന്നെ, ലൗകിക തലത്തിൽ നോക്കുകയാണെങ്കിൽ എന്നെ ഇടിക്കാൻ ഒരു വ്യക്തി വരികയാണെങ്കിൽ എനിക്ക് ആത്മധൈര്യമുണ്ട്. ആ വ്യക്തിയെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ധൈര്യമുള്ളപ്പോൾ ഞാൻ ആ വ്യക്തിയുമായിട്ട് മല്ലിടാൻ ചെല്ലും. അതേസമയത്ത് എനിക്ക് ആ വ്യക്തിയേക്കാൾ എനിക്ക് മല്ലിടാൻ പറ്റുകയില്ല എന്ന് വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഓടും. അപ്പോൾ ദൈവം പറയുന്നത്, ആ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ വിടുകയില്ല. പക്ഷെ ദൈവം നമുക്ക് തരികയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ശക്തി ഞാൻ വെളിപ്പെടുത്തി തരാം, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. നമുക്കറിയാം, ആ ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എത്ര പറഞ്ഞാലും ഒന്നും തീരില്ല. ഒരു മില്യൺ സില്യൺത് പോലും എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ പ്രിയപ്പെട്ടവരെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം ഇന്ന് കേൾക്കുന്ന അതെങ്കിലും മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് ആത്മധൈര്യമുണ്ടാകും, നിങ്ങൾ ഭയപ്പെടുകയില്ല. കാരണം ഒരു ഭയപ്പെടാതെ ഇരിക്കുന്നതിൻ്റെ ആ ശക്തിയുടെ ഒരു ഉറവിടമുണ്ട്. ആ ദൈവത്തിൻ്റെ ശക്തിയുടെ ഉറവിടം യേശുവിൻ്റെ നാമത്തിലാണ്. ഇറ്റ് ഈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദ പവർ ഓഫ് ഗോഡ് ഈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവർത്തനം
4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തില് നമുക്കറിയാം പലവർക്കും ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ വലിയ താല്പര്യമുണ്ട്. അതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ പലവരും ചോദിക്കുമായിരിക്കും ഇതെങ്ങനെ സംഭവിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ ഒരു സൗഖ്യം കിട്ടുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ അത്ഭുതകരമായ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനുഷ്യർക്ക് അറിയുവാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഫോൾസ് ഹ്യൂമിലിറ്റിയിലാണോ ചെയ്യേണ്ടത്? ഒരു ഫോൾസ് ഹ്യൂമിലിറ്റി, ഫോൾസ് ഹ്യൂമിലിറ്റി എന്താ പറയുന്നത്? കപട ന്യായം, കപട ന്യായത്തിലാണോ? കപട വിനയത്തിലാണോ നമ്മൾ പറയേണ്ടത്? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ വ്യക്തികൾ നിങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആത്മധൈര്യത്തോടു കൂടി പറയണം, ഇത് എൻ്റെ യേശുവിൻ്റെ നാമത്തിലാണ് ഇത് സംഭവിച്ചതെന്ന്. അല്ലാതെ നിങ്ങൾ വിനയത്തോടെ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല എന്ന് പറയരുത്. You have to witness the power of God in your life. കാരണം ദൈവത്തിന്റെ വചനം അങ്ങനെ ഒരു വ്യക്തിയോട് ചോദിച്ചു, രണ്ട് വ്യക്തികളോട് ചോദിച്ചു. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. ആക്ച്വലി ഈ സംഭവം നടന്നത് വേറൊരു അധ്യായത്തിലാണ്. 3-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിലാണ് ഒരു സംഭവം നടന്നത്. അവിടെ ഒരു സംഭവം നടന്നത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആ സംഭവത്തെ കുറിച്ചാണ് 4:7 ചോദിക്കുന്നത്. ഒന്ന് വായിച്ചേ. 3:6 ഒന്ന് വായിക്കുക. അപ്പോസ്തല പ്രവർത്തനം. വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എനിക്കുള്ളത് ഞാൻ തരാം. എനിക്കില്ലാത്തതൊന്നും തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇല്ലാത്തത് കൊടുക്കാൻ പറ്റുമോ? ഹലോ, നിങ്ങൾക്ക് ഇല്ലാത്തത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കപടനാട്യക്കാരൊക്കെ ഇല്ലാത്തത് കൊടുക്കാൻ നോക്കും. പക്ഷേ അവര് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് വെള്ളിയോ സ്വർണമോ ഇല്ല, പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ അടുത്തുണ്ട്. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ, the name of Jesus Christ of Nazareth. Hallelujah. 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 അത് ചെയ്തപ്പോൾ അവൻ he jumped out. Hallelujah. നടക്കാൻ മേലാത്തവൻ അന്ന് അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കുതിച്ചു ചാടി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതിനെ കുറിച്ചാണ് അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തില് അവിടെയുള്ള കപടനാട്യക്കാരായ ഫരിസേയരും നിയമജ്ഞരും അവിടുത്തെ പുരോഹിതന്മാരും ഒക്കെ അവരോട് ചോദിക്കുകയാണ്. ഒന്ന് വായിച്ചേ. അപ്പോസ്തലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു സത്യം. പലപ്പോഴും സത്യം, കള്ളന്മാര് സത്യം അറിയാതെ പറഞ്ഞു പോകും. ഹലോ, അവർക്കറിയാം എന്ത് അധികാരത്തിലാണ് അഥവാ എന്ത് നാമത്തിലാണ്. അപ്പോൾ അവർ വലിയൊരു സത്യം വെളിപ്പെടുത്തി. അധികാരം എന്തിലാണ്? നാമത്തിലാണ് അധികാരം. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നാമത്തിലാണ് അധികാരം, നാമത്തിലാണ് അധികാരം എന്ന് അവര് തന്നെ സമ്മതിച്ചു. ബാക്കി വായിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെ കുറിച്ചാണ് എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയെന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ സുഖം പ്രാപിച്ചത് അവിടെ വലിയ ജ്ഞാനമുള്ള വളരെ കഴിവുള്ള ഒരു ഡോക്ടർ വന്നിട്ടല്ല അവന് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അവനെ സുഖപ്പെടുത്തിയത്. അവിടെ സുഖപ്പെടുത്തിയത് ഒരു അധികാരമാണ്. ആ അധികാരം എവിടെ നിന്നു പുറപ്പെട്ടു? അത് അധികാരത്തിന്റെ ഉറവിടം എവിടെയായിരുന്നു? യേശുക്രിസ്തുവിന്റെ നാമം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ആ മുടന്തന്റെ പോലെ ഒരു അവസ്ഥയിലാണ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ശാരീരികമായ തരത്തിലല്ല, നിങ്ങൾക്ക് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എതിര് വരുന്ന ഏതെങ്കിലും സാഹചര്യമായിക്കോട്ടെ നിങ്ങളെ പ്രവർത്തിക്കുവാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അതിനുള്ള മരുന്ന് എന്താണ്? യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമം, നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ അത് കൽപ്പിക്കുന്നുവോ നിങ്ങൾക്ക് അവിടെ ഒരു വിടുതൽ ഉണ്ടാകും. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. സ്വർണമോ വെള്ളിയോ അല്ല നിങ്ങൾക്ക് വിടുതൽ തരുന്നത് യേശു ക്രിസ്തു, നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ബാക്കി വായിച്ചേ. 13-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അത് തന്നെ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ 13-ാമത്തെ ധൈര്യം
പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് അവനെന്തായിരുന്നു? സാധാരണ മനുഷ്യരായിരുന്നു. കാരണം അവന് വിദ്യാഭ്യാസം, അവന് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അവൻ യേശുവിന്റെ നാമം ഉപയോഗിക്കുകയല്ല. ഹലോ, അവനെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, അവർക്ക് ലോകത്തിന്റെ ജ്ഞാനമില്ലായിരുന്നു, അത് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ബാക്കി വായിച്ചേ. അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരായിരുന്നു മനസ്സിലാക്കുകയും സാധാരണ മനുഷ്യർ. അപ്പൊ ദൈവം പ്രവർത്തിക്കുന്ന ആരിലൂടെയാണ്? സാധാരണ മനുഷ്യർ. നിങ്ങൾക്ക് സാധാരണ മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കും. കാരണം എന്താണ്? സാധാരണ മനുഷ്യൻ വലിയ അധികം ചിന്തിക്കാറില്ല. ഹലോ, സാധാരണ മനുഷ്യൻ പറയുന്നതൊക്കെ, ദൈവത്തിന്റെ വചനം പറയുന്നതൊക്കെ ഒരു ശിശുവിനെ പോലെ വിശ്വസിക്കും. അങ്ങനത്തെ ആളെ ദൈവം നോക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊറിന്ത്യൻസ് ലേഖനത്തില് 1-ാമത്തെ അധ്യായം 26 മുതൽ വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാം, ദൈവം നോക്കുന്നത് ബലവാനെയല്ല, ജ്ഞാനിയല്ല. ദൈവം നോക്കുന്നത് ദൈവത്തിന്റെ വചനം വായിച്ച് അത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവാൻ പറ്റുന്ന വ്യക്തികളെയാണ് ദൈവം നോക്കുന്നത്. ബാക്കി വായിച്ചതിന്റെ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. They had a Jesus connection. They had a Jesus connection. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു എന്ന് മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. നമ്മൾ യേശുവിന്റെ കൂടെ ആകുമ്പോൾ യേശുവിന്റെ ശക്തി will rub off on you. Hallelujah. അതിങ്ങനെ റബ്ബ് ചെയ്ത് ഇങ്ങോട്ട് നമ്മൾക്കും കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Hallelujah. Hallelujah. അവർ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? And now when they saw the boldness of Peter and John and perceived that they were uneducated and untrained men, they marveled and they realized that they had been with Jesus. They had been with Jesus. They had been with ജീസസ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ശക്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബൈബിൾ പോലും മുഴുവൻ പഠിച്ച് ഇങ്ങനെ ബൈഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ബൈബിളിൽ വെളിപ്പെടുത്തിയ ആ യേശുവിനെ ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ആ യേശുവിന്റെ കൂടെ ആയാൽ മതി. When you are with Jesus, the power of Jesus, the anointing of Jesus will rub on you. There will be an impartation of the anointing of God. നമുക്കറിയാം, എലീശ പ്രവാചകനും എലീശ പ്രവാചകനും അല്ലേ, എങ്ങനെയായിരുന്നു? അവർ ഒട്ടി നിൽക്കുകയായിരുന്നു, ഒട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാ എലീശ പ്രവാചകന് എലീശയുടെ എന്ത് കിട്ടി? 2 ഇരട്ടി ഡബിൾ അനോയിന്റിംഗ് ആണ് കിട്ടിയത്. എന്തുകൊണ്ടാണ്? ഒട്ടി നിൽക്കുകയായിരുന്നു. അതുപോലെ നമ്മൾ യേശുവിനോട് ഒട്ടി നിൽക്കുമ്പോൾ യേശുവിന്റെ ശക്തി, യേശുവിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആർക്കൊക്കെ ജീസസ് കണക്ഷൻ വേണം? ജീസസ് കണക്ഷൻ വേണ്ടവരൊക്കെ ഒന്ന് കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. അപ്പോൾ ആൾക്കാർ അതിശയപ്പെടും, നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ഏത് നാമത്തിലാണ്, ഏത് അധികാരത്തിലാണ്? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, നസ്രായന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായം 29 വായിക്കോ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ പറയുന്നുണ്ട് 13-ാമത്തെ വചനത്തില് 4:13 പറയുന്നുണ്ട്, അവരെന്താണ് കണ്ടത്? പത്രോസിന്റെയും പൗലോസിന്റെയും എന്താണ്? ധൈര്യം. ഇന്നിവിടെ ആർക്കൊക്കെ അങ്ങനത്തെ ധൈര്യം വേണം? പ്രിയപ്പെട്ട, നമുക്കറിയാം പത്രോസ് യേശു ക്രിസ്തുവിനെ 3 പ്രാവശ്യം എന്താണ് ചെയ്തത്? ഹി ഡിനൈഡും, തള്ളി പറഞ്ഞവനാണ്. പക്ഷെ അതേസമയം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവന്റെ ജീവിതത്തിൽ തുടങ്ങിയപ്പോൾ ആ വളരെ ഭയമുള്ള ആ പത്രോസ് ഒരു ധീരനായി. ഹി ബിക്കേം a bold man. അപ്പം നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ആ ബോൾഡ്നെസ്സിലേക്ക് വരാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഭയമുള്ളവരാണെങ്കിൽ, കാരണം നമ്മളുടെ ജഡം ബലഹീനമാണ്. ഭയമുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു വലിയ സൈക്യാട്രിസ്റ്റോ സൈക്കോളജിയോ ഒന്നുമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ആ ശക്തനായ ആത്മാവ്. അതാണ് സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. എന്താണ്? സൈന്യത്താലല്ല, കരബലത്താലല്ല, അത് പ്രത്യുത എൻ്റെ ആത്മാവിലാണ്. It is not by might, it is not by power, it is by my spirit, says the Lord of hosts. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ആവശ്യമുള്ളത് ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണ്. അവിടെ ഉള്ളപ്പോൾ പിന്നെ ഞാനല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഞാനല്ല ദൈവത്തിൻ്റെ ആത്മാവ്. ഒന്ന് പറഞ്ഞ്, ഞാനല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് അവിടെ. അപ്പം അങ്ങനെ നമ്മൾക്ക് ധൈര്യമുള്ളവരായിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 4:29 വായിക്കോ. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ.
അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. അപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്, ആ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവർ തന്നെ പറയുകയാണ്, Now Lord, look on this their threats and grant your servants that with all boldness that they may speak your word. ഒരു ആത്മധൈര്യത്തോടുകൂടി ഒരു ഭയമില്ലാതെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി. കാരണം അവർക്കറിയാമായിരുന്നു, റോമർക്കുള്ള 8-ാമത്തെ വചനത്തിൽ ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്, ദൈവം നമ്മുടെ പക്ഷമെങ്കിൽ ആര് നമ്മൾക്കെതിരെ വരും? If God be for us, who can be against us? ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവം നമ്മുടെ പക്ഷം എന്ന് അറിയുന്നത്? ദൈവം നമ്മുടെ പക്ഷമെന്ന് എങ്ങനെയാണ് നമുക്ക് അറിയുക? അതിനുള്ള ഒരു തെളിവ് എന്താണ്? ദൈവം നമ്മുടെ പക്ഷം എന്നുള്ളത് തെളിവ് ഇത് വചനത്തിൽ എഴുതിയിട്ടുണ്ടോ? വചനത്തിലുണ്ടെങ്കിൽ, ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്തത് എനിക്ക് പ്രാപിക്കാൻ പറ്റും. So if God says in his word, then who can come against this word? കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത്, heaven and earth will pass away, but my word will not pass away. അപ്പോൾ if what you believe upon, if what you claim is in the word of God, it is something that cannot be overthrown by anything in the world. ഇത് മനസ്സിലാ? അപ്പോൾ അതുകൊണ്ടാണ് ദൈവം എൻ്റെ പക്ഷമെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറും. ഒന്നിനും അതിനെ അസാധുവാക്കുവാൻ പറ്റുകയില്ല. Hallelujah. പിന്നെ പറയാണ്, by stretching out your hand to heal, and that signs and wonders may be done through the name of your holy servant Jesus. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ എന്താണ്? ഹി വിൽ അക്കംപനി ദോസ് വേർഡ്സ്. അവൻ ആ വചനത്തിൻ്റെ കൂടെ ഉണ്ടാകുകയും അത് അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി സ്ഥിരീകരിക്കുമെന്നാണ്. ഐ വിൽ എസ്റ്റാബ്ലിഷ് ഇറ്റ് ബൈ മൈ വേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നത് നമ്മളുടെ അവിശ്വാസം കൊണ്ടാണ്. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ വിശ്വസിക്കുന്നതനുസരിച്ച് നിനക്ക് സംഭവിക്കട്ടെ. നീ വിശ്വസിക്കുന്നതനുസരിച്ച് നീ സംഭവിക്കട്ടെ. ആരൊക്കെ വിശ്വസിക്കണം? ആ വചനം നീ വിശ്വസിച്ചനുസരിച്ച് സംഭവിക്കട്ടെ എന്നുള്ള വചനത്തിൽ വിശ്വസിച്ച് ആരൊക്കെയുണ്ട്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളുടെ അവിശ്വാസമാണ്. മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അവിടെ ദൈവം he will confirm it with signs and wonders. പിന്നെ പറയുകയാണ്, 31-ാമത്തെ വചനം പറയുകയാണ്, and when they had prayed, the place they were assembled together was shaken, and they were all filled with the Holy Spirit, and they spoke the word of God with boldness. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ സാന്നിധ്യമുള്ളപ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ നമ്മൾ മടിക്കുകയില്ല. എവിടെയാണെങ്കിലും ആരോടാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ മടിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ മടിക്കുകയില്ല. എന്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് അനുസരിക്കുന്നത് എന്നുള്ള ആ മനോധൈര്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകും. ഒന്നും എൻ്റെ എതിര് വരികയില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. നീ എന്നെ, if you believe in me, I will not put you to shame. അപ്പോൾ ഞാൻ എന്ത് പ്രവൃത്തിയും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ലജ്ജിക്കേണ്ട ആവശ്യമുണ്ടാകുകയില്ല. കാരണം ഞാൻ ലജ്ജിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിനാണ് ലജ്ജ വരുന്നത്. കാരണം ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പിന്നെ എഫിഷ്യൻസ് 6-ാമത്തെ അധ്യായം 18-19 വചനങ്ങൾ അവിടെയും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, you must pray unceasingly in the spirit. You must pray unceasingly in the spirit. He says that boldness may be given to utter the truth whenever I open my mouth. ഒന്ന് വായിച്ചേ. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടി എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായ തുറക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് പൗലോസ് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് വചനം പറയുന്നത്. ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവം പ്രഘോഷിക്കാനും, കോംപ്രമൈസ് ചെയ്യാതെ അതിൽ മായം ചേർക്കാതെ ധൈര്യപൂർവം പ്രഘോഷിക്കുവാനുമുള്ള
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, പല വചന പ്രഘോഷരും സത്യമറിയാമെങ്കിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി വചനം മുഴുവൻ പ്രഘോഷിക്കുന്നില്ല, ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നില്ല, മായം ചേർത്ത് വചനം പ്രഘോഷിക്കുകയാണ്. എന്തിനാണ്? അവരുടെ നിലനിൽപ്പിന് വേണ്ടി. സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് പറയുന്നില്ല. കാരണം എന്താണ്? അവരിൽ ദൈവത്തിൻ്റെ ആത്മാവല്ല പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വീരത്വത്തിൻ്റെ ആത്മാവല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. അവരിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവരൊരു വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം, അല്ല അതിനു മുമ്പ് അപ്പോസ്തലപ്രവൃത്തി. നമുക്ക് മനസ്സിലാക്കേണ്ട, ദൈവം വാഗ്ദാനത്തിൽ വിശ്വസനാണ് പ്രിയപ്പെട്ടവരെ. ഏത് സാഹചര്യമാണെങ്കിലും അപ്പോസ്തലപ്രവൃത്തിയിലും 12-ാമത്തെ അധ്യായം 5, 7, 11 വചനങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ പത്രോസ് കാരാഗൃഹത്തിലായിരുന്നു. പക്ഷേ എന്തായിരുന്നു? സഭ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചു? അവൻ കാരാഗൃഹത്തിലുള്ള അവൻ്റെ ചങ്ങലകളൊക്കെ പൊട്ടിപ്പോയി. ചങ്ങലകളൊക്കെ എങ്ങനെ പൊട്ടി? ഒരാൾ വന്ന് മുറിച്ചോ? ഇല്ല. പരിശുദ്ധാത്മാവ് അത് തെറിപ്പിച്ച് കളഞ്ഞു. പറഞ്ഞില്ലേ, എവറി യോക്ക് വിൽ ബി ഡിസ്ട്രോയിഡ് ബൈ ദി അനോയിന്റിംഗ് ഓയിൽ, ഐസ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള. അങ്ങനെ പത്രോസിനെ ബന്ധിതനായിട്ടിരുന്ന ആ ചങ്ങലകളൊക്കെ പൊട്ടിപ്പോയി. പിന്നെ അപ്പോസ്തലപ്രവർത്തനം 16-ാമത്തെ അധ്യായം 25 മുതൽ 26 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം പൗലോസും സീലാസും കാരാഗൃഹത്തിലായിരുന്നു. അവരെന്ത് ചെയ്തു? കരയുകയായിരുന്നു, അല്ലേ? അവർ വിലാപത്തിൽ കരയുകയായിരുന്നു, അല്ലേ? അയ്യോ, ദൈവം നമ്മളെല്ലാം ഉപേക്ഷിച്ചു, ഞങ്ങളിട്ട് പോയി, ആ ദൈവം എവിടെ? അല്ലേ? കരയായിരുന്നോ? അല്ല, അവർ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഓ, they were worshiping, they were praising and singing. അപ്പോഴെന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. അപ്പോഴെന്താ സംഭവിച്ചത്? അവര് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഭൂകമ്പമുണ്ടായി. എന്ത് സംഭവിച്ചു? ഒരു ഭൂകമ്പം ഉണ്ടായി. സംഭവിച്ചിത്രേ ഉള്ളൂ. ദൈവ വാഗ്ദാനത്തിൽ വിശ്വസനല്ലേ? ഒരു കാര്യം സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് സങ്കീർത്തനം 22-ാമത്തെ അധ്യായം 3-ാമത്തെ വചനത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത ഒരു കാര്യം സംഭവിച്ചു. എന്താണ്? ഇസ്രായേലിന്റെ സ്തുതികളിൽ ഉപവിഷ്ടനായ ദൈവമാണ് നമ്മളുടെ ദൈവം. അവിടെ ആ കാരാഗൃഹത്തില് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവിടെ ലിബർട്ടിയാണുള്ളത്. Where there is the spirit of God, there is liberty. There is liberty. Where there is the spirit of God. അപ്പൊ അവിടെ വന്നപ്പോൾ ഭൂകമ്പങ്ങളൊക്കെ ആൾക്കാർ അതൊക്കെ എന്നാ പറയുന്നത്, ആൾക്കാരും ലൗകിക തരത്തിൽ കണ്ടതാണ്. ബട്ട് വാട്ട് ഹാപ്പൻഡ് റിയലി വാസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ് കെയിം ഡൗൺ ഓൺ ദാറ്റ് പ്ലേസ്. അവിടെ വന്നപ്പോൾ അവിടെ സ്പിരിറ്റിനെ കെട്ടിയിടാൻ പറ്റിയില്ല. The chains broke, the doors broke open, and there was freedom. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത്, in Christ there is freedom, there is liberty. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ അത്ഭുതകരമായി അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു. അതാണ് ഐസ പ്രവാചകൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം പറയുന്നത് എന്താണ്? ദി അനോയിന്റിംഗ് ഓയിൽ വിൽ ഡിസ്ട്രോയ് എവ്രി യോക്ക്. എല്ലാ നുകങ്ങളും ആ അഭിഷേക തൈലത്താൽ എന്താണ്? നശിപ്പിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ നിങ്ങളെ എതിര് വരുന്ന ആ ഏത് നുകമാണ് നിങ്ങളുടെ കഴുത്തേലുള്ളത്? ഏത് നുകമാണ്? ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമായിരിക്കും, അല്ലെ ചിലപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നമായിരിക്കും, അല്ലെ ഒരു വ്യക്തി ബന്ധമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങളുടെ ഒരു നുകമായിട്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, നിങ്ങളാകെ ഒരു വിഷമത്തിലാണ് എങ്കിൽ ആ നുകം തകർക്കാനായിട്ട് ഏത് സൈക്യാട്രിസ്റ്റിനടുത്താണ് പോകേണ്ടത്? ഏത് സൈക്കോളജിസ്റ്റിനടുത്താണ് പോകേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഒരിടത്തും പോയി പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ കൈകൾ ഉയർത്തി വാഗ്ദാനത്തിൽ വിശ്വസനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ആരാധിക്കുക. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഐസയ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം പറയുന്നത്, ദി അനോയിന്റിംഗ് ഓയിൽ വിൽ ഡിസ്ട്രോയ് എവ്രി യോക്ക്. സിസ്റ്റർ ഒന്ന് വായിക്കാം സിസ്റ്ററെ, ഇത് കേൾക്കണം. ഇന്ന് ഏത് ബന്ധനത്തിലാണ് നിങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾ കൈകൾ ഉയർത്തി യേശുവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് യേശുവിനെ ആരാധിച്ചാൽ അവിടെ നിങ്ങൾക്ക് വിടുതലുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. അങ്ങനെ ആ കാലത്ത് അവന്റെ ചുമട് നിന്റെ ചുമലിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. നീങ്ങിപ്പോകും. നുകമറിയാം,
കീപ്പിംഗ് യു അണ്ടർ ബോണ്ടേജ്, അടിമത്തത്തിൽ വെക്കുന്നതാണ് നുകം. അതെല്ലാം നീക്കിപ്പോവും. ശരിയായ വചനം പറയുന്നത് the yoke shall be destroyed. നീക്കിപ്പോയത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമായിരിക്കും, പക്ഷെ ഡിസ്ട്രോയ് ചെയ്തത് അത് പിന്നെ വരികയില്ല പ്രിയപ്പെട്ട. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പുഷ്ടി വെറുതം നുകം തകർന്നു പോകും. ഹല്ലേലൂയ. പിന്നെ നമുക്ക് ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 49 വായിക്കാമോ? ലൂക്ക 24:49. എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. എന്താണ് എന്റെ പിതാവിന്റെ വാഗ്ദാനം? നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ. എവിടെന്നാ? ഉന്നതത്തിൽ. എവിടെന്നാ ശക്തി? ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. നഗരത്തിൽ തന്നെ. ശരിയായി പറയുകയാണ് ദ സിറ്റി ഓഫ് ജെറൂസലേം. ജെറൂസലേമിൽ നിങ്ങൾ വസിക്കുവിൻ. ഹല്ലേലൂയ. കാരണം എന്താണ്? ജെറൂസലേം എവിടെയാണ്? എന്താണ് ജെറൂസലേമിന്റെ പ്രത്യേകത? എന്താണ്? ദൈവത്തിൻ്റെ ഇസ് എ സിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ അവിടെ നിൽക്കുക. നിങ്ങൾ ആ ദൈവത്തിൻ്റെ ആ ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുക. അപ്പം ദൈവത്തിന് മനസ്സിലാക്കണം, ഒരു സമയമുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തിനാണ് ടൈം ടേബിൾ കൊടുക്കുന്നത്. എനിക്കിങ്ങനെ വേണം, ഞാൻ റിന്യൂവൽ വന്നു, 1 വർഷമായി, ഒന്നും സംഭവിക്കുന്നില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ? അതൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ സമയത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തും. അതാണ് ദൈവത്തിൻ്റെ വചനം. ഐസയ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 31-ാമത്തെ വചനത്തിൽ പറയുന്നത്, he who waits upon the Lord shall renew their strength. They shall rise up with wings like eagles. They shall run and not be weary. They shall walk and not be faint. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. നമുക്ക് ശക്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? You must wait. These are the secrets that you must understand. If you want to renew your strength, you have to wait on the Lord. അല്ല, നമ്മളുടെ സമയത്തിനും നമ്മളുടെ രീതിയിലും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. പക്ഷേ you just wait. അവൈലബിൾ ആയിരിക്കണം. വായിച്ചേ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ സമയത്ത് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. So you have to wait